രക്ഷയാഗഭൂവിലേക്ക് ഏറെക്കാലമായി പോകാൻ ആഗ്രഹിച്ചുവെങ്കിലും എന്റെ അവധിക്കാലവും വൈശാഖ മഹോത്സവകാലവും ഒത്തുവരേണ്ടതിനാൽ കഴിഞ്ഞ വർഷമാണ് ആദ്യമായി കൊട്ടിയൂരിൽ ദർശനഭാഗ്യം ഉണ്ടായത്. ഞാൻ നാട്ടിലെത്തിയതിന് പിറ്റേ ദിവസം മകന്നാളിൽ ഉച്ചശീവേലിക്ക് മുമ്പ് വരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളായിരുന്നതിനാൽ നാട്ടിലെത്തിയ അന്ന് തന്നെ കാറിൽ വയനാട് ചുരം കയറി മകന്നാളിൽ രാവിലെ ഞങ്ങൾ കൊട്ടിയൂരിലെത്തി. വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമെല്ലാം രാവിലെ തന്നെ നിറഞ്ഞിരിക്കുന്നു. ഒരു വിധത്തിൽ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഒട്ടും സമയം കളയാതെ തന്നെ നേരെ അക്കരെ കൊട്ടിയൂരിലേക്ക് നടന്നു. ബാവലിപ്പുഴ മഴ കാരണം നിറഞ്ഞൊഴുകുന്നു. പുഴയിൽ ഇറങ്ങരുത് എന്നുള്ള സൂചനാ ബോർഡ് അവിടെ വെച്ചിരിക്കുന്നു. ഞങ്ങൾ പാലം കടന്ന് തിരുവഞ്ചിറ ലക്ഷ്യമാക്കി വീണ്ടും നടന്നു. സതീദേവിയുടെ ദേഹത്യാഗത്തിന് വേദിയായ യജ്ഞഭൂമിയിൽ ദക്ഷനെ കൊല ചെയ്തപ്പോൾ രക്തം കൊണ്ടുണ്ടായ രുദ്രച്ചിറയാണ് പിൽക്കാലത്ത് ഭഗവാൻ വാഴുന്ന വൻചിറ എന്ന നിലയിൽ തിരുവഞ്ചിറയായതെന്ന് ഐതിഹ്യം. തിരുവഞ്ചിറയിൽ നന്നേ തിരക്കുണ്ടെന്ന് ദൂരക്കാഴ്ചയിലെ മനസ്സിലായി. സമീപത്തെ ആളുകൾ ദർശനത്തിനായി ക്യൂ നിൽക്കുന്നത് കണ്ട് ഞങ്ങളും അവരോടൊപ്പം ചേർന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യയെയും മകളെയും ക്യൂവിൽ നിന്ന് പുറത്തിറക്കി സ്ത്രീകൾക്കുള്ള പ്രത്യേക ക്യൂവിലേക്ക് കടത്തിവിട്ടു. ഉച്ചശീവേലി വരെ സ്ത്രീകൾക്കാണ് മകന്നാളിൽ മുൻഗണന എന്നത് അന്ന് ഞങ്ങൾ മനസ്സിലാക്കി. രാവിലെ മുതൽ മണിക്കൂറുകൾ ചലിക്കാത്ത ക്യൂവിൽ നിന്ന പലരുടെയും ക്ഷമ നശിച്ച് ക്യൂ നിയന്ത്രിക്കാൻ നിന്ന നിയമപാലകരോടും ക്ഷേത്ര ഉദ്യോഗസ്ഥരോടും തർക്കിക്കുന്നതും കാണാനിടയായി. സാധാരണയിൽ നിന്ന് താമസിച്ചെങ്കിലും അവിടേക്ക് എത്തിയ എല്ലാ സ്ത്രീകൾക്കും ദർശനം ഉറപ്പാക്കിയ ശേഷം ഉച്ചശീവേലിക്ക് മഹാദേവനെയും ദേവിയെയും എഴുന്നള്ളിച്ചു. ശീവേലി സമയത്ത് തന്നെ ക്ഷേത്ര പരിസരത്ത് നിന്ന് സ്ത്രീകളോട് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതുപ്രകാരം നിമിഷങ്ങൾ കൊണ്ട് അക്കരെ കൊട്ടിയൂരിൽ പുരുഷന്മാർ മാത്രമായി മാറി. ഓലക്കുടകൾ ധരിച്ച് തന്ത്രിമാർ, ഊരാളന്മാർ, സ്ഥാനികർ, കഴകക്കാർ, പന്തക്കിടാങ്ങൾ എന്നിവരുടെ അകമ്പടിയോടെ ദേവിക്കും ദേവനും ആ സമയത്തും ശീവേലി നടന്നുകൊണ്ടേയിരുന്നു. ശീവേലി കഴിഞ്ഞ് ആനകളെ വലിയ മാലകൾ അണിയിച്ച് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെപ്പിച്ചു. ആ സമയത്ത് അവിടെ മുഴങ്ങിയിരുന്നത് ഹരി ഗോവിന്ദ 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 എന്ന വിളികളാണ്. അതെന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ഒരു ശിവക്ഷേത്രത്തിൽ എന്തുകൊണ്ടാവും ഹരിനാമ കീർത്തനങ്ങൾ ഇങ്ങനെ അലയടിക്കുന്നത് എന്നതിൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായത് സതീദേവിയുടെ വിയോഗത്താൽ ക്രോധാവസ്ഥയിലായ ശിവഭഗവാനെ ശാന്തനാക്കുവാൻ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രതീകമായാണ് ഈ ഹരിനാമസ്തുതികൾ.
അങ്ങനെ ക്ഷേത്രത്തിന് വലം വെച്ച് വന്ന ആനകൾക്ക് നിയുക്തരായിട്ടുള്ളവർ ചോറും മറ്റും നൽകി. താമസിക്കാതെ ആനകളും പിന്നോട്ട് നടന്ന് തിരുവഞ്ചിറയിൽ നിന്ന് വിട വാങ്ങി. ഇത്രയും ദിവസം ഉത്സവത്തിന്റെ ഭാഗമായിരുന്ന ആനകൾക്ക് നൽകുന്ന വികാരനിർഭരമായ ഒരു യാത്രയയപ്പ്. കരിവീരൻ പിന്നോട്ട് നടക്കുമ്പോൾ സമീപത്തുകൂടി രാവിലെ മുതൽ അക്ഷമരായി കാത്തു നിന്നിരുന്ന പുരുഷന്മാർ ദർശനത്തിനായി മുൻപോട്ട് പോകുന്നതും കാണാം. അക്കരെ കൊട്ടിയൂരിൽ ഒരു ക്ഷേത്ര നിർമ്മിതിയില്ല. പകരം ഉത്സവം തുടങ്ങിയ ശേഷം ഈറ്റയിലും ഞെട്ടിപ്പനയോലകളിലും നിർമ്മിക്കുന്ന ശ്രീകോവിലാണ് മണിത്തറയിലുള്ള സ്വയംഭൂവായ ശിവചൈതന്യം കുടികൊള്ളുന്നത്. സതീദേവി ദേഹത്യാഗം ചെയ്ത സ്ഥലത്തുള്ള അമ്മാറത്തറ, അമ്മ മറഞ്ഞ സ്ഥലം എന്ന നിലയിലാണ് അമ്മാറത്തറ എന്നറിയപ്പെടുന്നത്. കൂടാതെ മുതിരേരി വാളും ചപ്പാരം ഭഗവതിയുടെ ഉടവാളും സൂക്ഷിക്കുന്ന വാളറയിലും എല്ലാം ഞാനും മകനും കൂടി ദർശനം നടത്തി. സമൂഹത്തിലെ എല്ലാ ജാതിയിലുള്ളവരുടെയും പങ്കാളിത്തം കൊണ്ട് ഈ ക്ഷേത്ര ഉത്സവം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. ഓരോ ജാതിയിലും പെട്ടവർക്ക് വൈശാഖ മഹോത്സവ കാലത്ത് നിർവഹിക്കേണ്ട പ്രത്യേക ചുമതലകളുണ്ട്. അവരെല്ലാം കാലങ്ങളായി അത് കൃത്യമായി പാലിച്ചു പോരുന്നു. കാലാന്തരങ്ങൾക്കപ്പുറമുള്ള ദക്ഷയാഗശാലയെ അനുസ്മരിപ്പിക്കുന്ന ഈ പർണശാലകൾ ഇന്നും പരമ്പരാഗത രീതിയിൽ ഞെട്ടിപ്പനയോലകളും തെങ്ങോലകളും കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇവ ഇവിടെ കയ്യാലകൾ എന്നറിയപ്പെടുന്നു. വിവിധ സമുദായത്തിൽപ്പെട്ടവർ താമസിക്കുന്ന കയ്യാലകളിൽ പാചകം പാടില്ല. താൽക്കാലികമായി നിർമ്മിക്കുന്ന തിടപ്പള്ളിയിൽ മാത്രമാണ് അക്കരെ കൊട്ടിയൂരിൽ നിവേദ്യവും മറ്റും പാചകം ചെയ്യുക. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഉത്സവകാലത്തെ പാചകത്തിന്റെ ചാരം ഇവിടുത്തെ തിടപ്പള്ളിയിലെ അടുപ്പിൽ നിന്ന് നീക്കം ചെയ്യുവാൻ ആർക്കും അനുവാദമില്ല. എന്നാൽ അസാധാരണമായ അളവിൽ ചാരം ഈ അടുപ്പിൽ കാണാറുമില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം. ഭസ്മപ്രിയനായ ഭഗവാൻ ഈ ചാരം അണിയുന്നതായാണ് ഒരു വിശ്വാസം. മറ്റൊരു വിശ്വാസം എന്നത് ശിവഭൂതഗണങ്ങൾ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിലൂടെ കൊട്ടിയൂരിൽ നിന്നുള്ള ചാരം നീക്കം ചെയ്യുന്നതായാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ കാലത്ത് ക്ഷേത്ര തിടപ്പള്ളിയിലെ അടുപ്പിൽ നിന്ന് കൂടുതൽ ചാരം കാണപ്പെടുന്നതായി രാജരാജേശ്വരി ക്ഷേത്രത്തിലെ പൂജാരിമാരും സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ തിരികെ നടക്കുമ്പോൾ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ വലിയ ക്യൂ കാണാമായിരുന്നു. ഞങ്ങൾ അങ്ങനെ അക്കരെ കൊട്ടിയൂരിലെ ദർശനം പൂർത്തിയാക്കി ബാവലിപ്പുഴയുടെ ഓളങ്ങളിലൂടെ തിരികെ നടന്നു. ആ സമയമായപ്പോഴേക്കും മഴക്കോൾ കൊണ്ട് യാഗഭൂമി ഇരുണ്ട് മഴ പെയ്തിരുന്നു. ബാവലിപ്പുഴ രൗദ്രഭാവത്തിൽ ഒഴുകുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ അക്കരെ കൊട്ടിയൂരിലേക്ക്
സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് സൂചിപ്പിക്കുന്ന ബോർഡും. ഞങ്ങൾ അക്കരെ കൊട്ടിയൂരിൽ നിന്ന് വന്നിറങ്ങിയ ക്ഷേത്ര കവാടത്തിന് അഭിമുഖമായി ഇക്കരെ കൊട്ടിയൂരിന്റെ ക്ഷേത്ര കവാടം കണ്ടു. വൈശാഖ മഹോത്സവം നടക്കുന്ന ഒരു മാസക്കാലം അക്കരെ കൊട്ടിയൂരിൽ മാത്രമാണ് നിത്യപൂജകളുള്ളത്. എങ്കിലും അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്തിയ ശേഷം മിക്കവരും ഇവിടെയും ദർശനം നടത്തുന്നതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇക്കരെ കൊട്ടിയൂരിന് സമീപത്തായിട്ടാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ബസ്സിനാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങി ക്ഷേത്രത്തിലെത്തി ദർശനം നടത്താവുന്നതാണ്. ദക്ഷയാഗവേദിയിൽ വീരഭദ്രൻ ഭൃഗുമുനിയുടെയും മറ്റു മുനിമാരുടെയും പറിച്ചെടുത്ത താടിയെ പ്രതിനിധാനം ചെയ്യുന്ന ഓടപ്പൂക്കളുടെ വിസ്മയ ലോകത്തുകൂടി ഞങ്ങൾ കാഴ്ചകൾ കണ്ടു നടന്നു. ദക്ഷയാഗത്തിന്റെ ഓർമ്മകളെ ഇന്നും ജീവനോട് സൂക്ഷിക്കുന്ന ഈ കൊട്ടിയൂരിന്റെ ഭൂവിലേക്ക് ഇനിയും എത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞങ്ങൾ മടക്കയാത്രയ്ക്ക് തയ്യാറെടുത്തു. വീഡിയോ കണ്ട ഏവർക്കും നന്ദി, നമസ്കാരം.